വെൽക്കം ടു കണ്ടാട്ടോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ കിടിലൻ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. കിടിലൻ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലൻ വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരുടെയൊക്കെ ആയാലും ഒരു തലവേദന പിടിച്ചൊരു വിഷയമാണ് ബാത്റൂം ക്ലീനിങ്. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്താലും ഡെയിലി നമ്മൾ വാഷ് ചെയ്താലും എന്താ പറയുക, നമ്മുടെ ഈ ബക്കറ്റും കപ്പിനൊക്കെ ഇതൊക്കെ ഭയങ്കര ഒരു വഴുവഴുപ്പും അങ്ങനെ വരും അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീനാക്കി. നമ്മൾ പെട്ടെന്ന് ബാത്റൂമിൽ കയറി ചിലപ്പോൾ കപ്പൊക്കെ എടുക്കും. അതായത് ഇപ്പോൾ തലേ ദിവസത്തിൽ വെള്ളങ്ങാനും ബക്കറ്റിലിരുന്ന് അതിനകത്തൊരു കപ്പ് മുങ്ങിക്കിടക്കണേ പിറ്റേ ദിവസമൊക്കെ ഒരു വഴവഴുപ്പും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ഉപ്പുവെള്ളമുള്ള പ്രദേശങ്ങളുള്ളവരാണെങ്കിൽ ഈ അതുമ്മ ഈ ഒരു വെള്ള കളറിൽ ഒരു പാടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഇന്ന് നമ്മുടെ. അപ്പോൾ അതിനുവേണ്ടി ഇതാ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ലോഷൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ലോഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരേ ഒരു സാധനം എന്താ, തൈരാണ്. നല്ല പുളിച്ച തൈര്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പുളിച്ചിട്ട് ഭയങ്കര പുളിയായി പോകില്ല തൈര്. അങ്ങനത്തെ തൈര് കളയണ്ട കേട്ടോ. ചിലപ്പോൾ നമ്മൾ എന്തോരം വെള്ളം ചേർത്ത് അടിച്ച് ആക്കിയെടുത്താലും ചിലപ്പോൾ സംഭവം സെറ്റാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് തൈരിൻ്റെ അടുത്ത് വെച്ചോ, നമുക്ക് പണിയുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കാൻ പോണേ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എടുക്കണുള്ളൂ നമ്മൾ. കുറച്ച് നമ്മുടെ തൈര്, അത് ഏകദേശം ഒരു കപ്പോളം എടുത്തോ കേട്ടോ. ഒരു കപ്പ് തൈരിന് 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ആ ഒരു അളവിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാം ഭയങ്കര നൊരയും പതയും ഒക്കെ ആയിട്ട് ഒരു പ്രവർത്തനം. അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് ഇവരൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഇത് രണ്ടും കൂടി അങ്ങ് സെറ്റാവും. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതേ 1 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചപ്പോൾ അതേ കണ്ട ആളുടെ ഭാവവും കാര്യങ്ങളൊക്കെ മാറി. നിറയെ ഇങ്ങനെ പുരാന്നിങ്ങനെ വന്നിട്ടല്ലേ, കുമിളകളും ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബക്കറ്റും കപ്പും കഴുകാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പോലെ കറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ ഈ കപ്പുകളിരുന്ന് ഒരു സൈസ് ഒരു ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറിലൊരു കറ പോലെ ഇങ്ങനെ വരും അല്ലേ, കപ്പിനായാലും ബക്കറ്റിനായാലും. അപ്പോൾ അത് നമ്മൾ ലോഷനൊക്കെ ഇട്ട് നല്ല പോലെ തേക്കണം. പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് ആ സംഭവമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിനകത്ത് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് വേറെ സംഭവങ്ങളൊന്നും ഇട്ട് നമ്മൾ തേക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് മാത്രം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതിനൊന്ന് തേച്ച് പിടിപ്പിക്കണ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതേ നല്ല പോലെ തേച്ചങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ അതേ ഉള്ളിലും പുറത്തും പിന്നെ ആ പിടിക്കണ ഭാഗത്തും ഒക്കെ, പിന്നെ അതിൻ്റെ ആ ഒരു ഇടഭാഗമൊക്കെ അല്ലേ അടിയിലും എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിത് തേക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു വഴുവഴുപ്പും ആ ഒരു ഞാൻ പറഞ്ഞ ബ്രൗൺ കളറിലൊക്കെ വീഴുന്ന കറ പോലുള്ളതൊക്കെ ഇല്ലേ, അത് നമ്മളിത് ഇതാക്കുമ്പോൾ തന്നെ പോവാണ്. പക്ഷെ നോർമലി നമ്മൾ ലോഷനൊക്കെ ഇട്ട് മറ്റേ സ്ക്രബ്ബറൊക്കെ ഇട്ട് അങ്ങ് ഉരച്ച് കഴിഞ്ഞാൽ ഉരയ്ക്കാന്നുള്ളതുള്ളൂ. ലേശം പോവും. വന്നാലും ഉണങ്ങി കഴിയുമ്പോൾ കപ്പുമ്മയും ബക്കറ്റുമ്മയൊക്കെ ഒരു പാട് പോലെ വൈറ്റ് കളറിൽ ഇങ്ങനെ പാട് പോലെ നിൽക്കും അല്ലേ. അത് ഭയങ്കര വൃത്തികേടാണ് അല്ലേ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ബേക്കിംഗ് സോഡ വിനീഗറൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതുണ്ടല്ലോ സംഭവം നല്ല കിടിലനാണ് കേട്ടോ. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലനാണ്. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും ബക്കറ്റിൻ്റെ നമ്മുടെ പിടിക്കണ ഭാഗത്തും ഒക്കെ. അപ്പോൾ നോർമലി നമ്മുടെ ഈ ബക്കറ്റും കപ്പൊക്കെ കുട്ടികളുള്ള സ്ഥലത്താണെങ്കിൽ പറയേണ്ട, പിള്ളേർ അവർക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള സംഭവമാണല്ലോ. ബാത്റൂമിൽ കയറുക, വെള്ളം തുറന്നിടുക. അപ്പോൾ നോർമലി പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ വീക്കിലി ഡീപ്പ് ക്ലീനിങ് ചെയ്ത് വെച്ചാൽ നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. നമുക്കത്ര ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി തന്നെ നിങ്ങൾ തന്നെ പറയും ഇത് സിമ്പിളാണ് കേട്ടോ, ബാക്കി സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലും സിമ്പിളാണ്, പെട്ടെന്ന് പണി കഴിയേണ്ടതെന്ന്. അപ്പോൾ ഇനി ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറേ നേരം വെക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. കൂടി വന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ വെച്ചോ, നിർബന്ധമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ സംഭവം നല്ല കിടിലനായിട്ട് പോയി കിട്ടും. അപ്പോൾ അതെ ഇപ്പം എല്ലാവിടെയും നമ്മുടെ ഈ തൈരിനെ തേച്ച് പിടിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം നമുക്കിനി ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നോർമൽ സ്ക്രബ്ബർ മതി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്തിരി പണിയാണെന്ന് വെച്ചിട്ടാണ് മറ്റേ ടൈപ്പ് സ്ക്രബ്ബർ എടുത്തത്. പക്ഷേ ഇത് തൊടുമ്പേക്ക് ഞാൻ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആവാണ്. നല്ല എന്താ പറയുക, ഒരു തരി കറയും കാര്യങ്ങളില്ലാണ്ട് നല്ല സൂപ്പർ ആവണുണ്ട്. അപ്പോൾ നമുക്ക് അധികം ആയാസം ഭയങ്കരമായിട്ട് ഉരയ്ക്കേണ്ട പരിപാടികളൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് കാര്യം നടക്കും. അപ്പോൾ ദേ ആദ്യം തന്നെ കപ്പിനെ ഞാൻ തേച്ച് വെളുപ്പിക്കുകയാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ ബക്കറ്റിൻ്റെയൊക്കെ ആ ഒരു ഉപ്പിൻ്റെ കറിയൊക്കെ ഉള്ളവരില്ലേ, എന്തായാലും ചെയ്ത് നോക്കിക്കോ കേട്ടോ. അങ്ങനത്തെ ഉണങ്ങി കഴിയുമ്പോൾ ഉള്ള ആ ഒരു പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഈ സെയിം തന്നെ ടൈലിൻ്റെ നമ്മുടെ അടിഭാഗത്തൊക്കെ നല്ല വരണ പോർഷനില്ലേ,
അടിഭാഗം ഒരു അടിഭാഗത്തൊക്കെ വരുന്നത് അവിടെയൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ല ക്ലീനായിട്ട് നമ്മുടെ ടൈലും കിട്ടും. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ ഇത് കഴുകി കാണിക്കാൻ കേട്ടോ. കപ്പൊക്കെ നല്ല പുത്തൻ കപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ആ ചേച്ചി വേറെ കപ്പാണ് കാണിച്ചതെന്ന് പറയും. അതുകൊണ്ടാണ് ലൈവായിട്ട് കാണിക്കണേ. അപ്പോൾ നമുക്കിത് ആ ബക്കറ്റും ഒക്കെ ഒന്ന് ക്ലീനാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഉണക്കിയെടുത്തിട്ട് കാണിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ സംസാരം അധികം ഇഷ്ടമില്ലാത്തവർ ഫാസ്റ്റ് അടിച്ചിട്ട് കണ്ടോട്ടാ. എനിക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഒന്ന് ഫാസ്റ്റ് അടിച്ചിട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ശ്രുതി. ബൈ.